ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫിഷ് അമിനോ ആസിഡ് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ നമ്മുടെ വീട്ടിൽ വേസ്റ്റായി കളയുന്നതായ ഈ മീൻ വെച്ചിട്ട് അതിൻ്റെ തലയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ നമ്മൾ അന്യായമായിട്ട് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം വളരെ ഈസി ആയിട്ട് ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫിഷ് അമിനോ ആസിഡ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വീട്ടിലെടുക്കുന്നതായ ചാളയാണ് ഇതിനെടുക്കുന്നത്. ചാള എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അതിന് മത്തിയെന്ന് പറയും. അപ്പം എന്ന് വെച്ചാൽ ചാള, അതിന് പൊതുവെ പറയുന്ന പേരാണ് ചാള എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാളയുടെ തലയും കുടലും പണ്ടും എല്ലാം എടുക്കാം കേട്ടോ, വാലും എല്ലാം എടുക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോ മീൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ 1/2 കിലോ മീൻ വാങ്ങിക്കാം. അപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 1/2 കിലോ മീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കിലോ ശർക്കര, ആ അളവാണ് അതിനെടുക്കുന്നത്. ഇപ്പോൾ 250 മീനേ ഉള്ളെങ്കിൽ 250 ശർക്കര, അപ്പോൾ 1 കിലോ എടുക്കുകയെന്നുണ്ടെങ്കിൽ 1 കിലോ ശർക്കര, ആ അളവിൽ പോകാം. ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ചാളയുടെ തലയും 2 ഫിഷും എടുത്തിട്ടുണ്ട്. കെട്ടതായതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇപ്പം മീനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇപ്പം വില കുറഞ്ഞൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്കിത് വാങ്ങിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല ലാഭമായിരിക്കും. അപ്പം നല്ല വിലയൊക്കെയാണല്ലോ മീനിന്. ആദ്യം അതിന് വേണ്ടിയത് ഒരു കുപ്പിയാണ്. പ്ലാസ്റ്റിക് കുപ്പിയോ പൊട്ടുന്ന കുപ്പിയോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പം അതിലോട്ട് ആദ്യം നമ്മൾ ഈ ചീകി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കണം. ഓരോ ലെയറായിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു സാധനവും കളയേണ്ട കാര്യമല്ല കേട്ടോ. ഇച്ചിരി കെട്ട മീനായാലും കുഴപ്പമൊന്നുമില്ല, ഇതിപ്പം വളം ഉണ്ടാക്കാനാണല്ലോ. അപ്പം അതിൻ്റെ ചെതുമ്പൽ പോക്കണമെന്നും അങ്ങനെ ഒന്നുമില്ല. അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര ഒട്ടും കുറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ വിറ്റാമിനൊക്കെ കൊടുക്കണ്ടേ, നമ്മൾ മാത്രം കഴിച്ചാൽ പറ്റില്ലല്ലോ. അവർ നല്ലതുപോലെ വിളവൊക്കെ തരണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം, ചെടികൾക്ക് നല്ല വിറ്റാമിനൊക്കെ കൊടുക്കണം. അപ്പം നമ്മൾ മാത്രം ബൂസ്റ്റും ഒക്കെ കഴിച്ചിങ്ങനെ ഇരുന്നാൽ, പാലും ഒക്കെ കുടിച്ച് മുട്ടയൊക്കെ കഴിച്ചിരുന്നാൽ ശരിയാവൂലല്ലോ. അപ്പം അവരെയും കൂടെ നമ്മൾ കരുതണ്ടേ. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ശർക്കര അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ അവസാനം അതിൻ്റെ മുകളിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് ലെയറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലെയറല്ല, ഇപ്പോൾ ആദ്യം നിങ്ങൾ മീൻ മൊത്തം അങ്ങ് ഇട്ട് പിന്നെ അവസാനം ശർക്കര ഇടുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം വയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നാൽ മതി. ലെയറായിട്ടാണ് ഇടുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ, നോ പ്രോബ്ലം. ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബോട്ടിലൊന്ന് കുലുക്കി കൊടുക്കണം. തുറക്കിയൊന്നും വേണ്ട, ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് എല്ലായിടും ഒന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഈ കുപ്പി അത് നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് എന്ത് പ്രവർത്തനം നടക്കുന്നതെന്നുള്ളത്. ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു പരുവാകും, ഒരു ലേഹ്യം മാതിരിയാവും. അപ്പോൾ എന്ത് വേണമെന്നറിയാമോ, നമ്മൾ അടപ്പ് തുറന്നിട്ട് അതിൻ്റെ എയറൊക്കെ ഒന്ന് പുറത്തോട്ട് വിടണം. 1 മാസം ആകുമ്പോഴത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴത്തേക്ക് നല്ലൊരു ലേഹ്യം പരുവമായിട്ട് നല്ല ലേഹ്യം മാതിരി ഇരിക്കും. അതിൻ്റെ എല്ലാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് അടിയിൽ പോയി കിടന്നോളും. നമുക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ മേളിൽ കിടന്നോളും. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ച് ഒരു കുപ്പിക്കകത്താക്കി വെച്ചിരുന്നാൽ നമുക്ക് 6 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നല്ല വളർച്ചയും പൂവും കായും ഒക്കെ ഉണ്ടാവാനായിട്ട് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇനി ഇങ്ങനെ അടച്ചുകൊണ്ട് ഞാൻ വയ്ക്കട്ടെ. എന്നിട്ട് ഇനി ഒരു 10 ദിവസം ആകുമ്പോൾ നമുക്കൊന്ന് കുലുക്കി കൊടുക്കാം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇതിരുന്നോണം, 10 ദിവസം ആകുമ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുമെന്നുണ്ടെങ്കിൽ 10 ദിവസം ആകുമ്പോൾ കുലുക്കി കൊടുക്കുക. 20 ദിവസം ആകുമ്പോൾ അതിൻ്റെ അടപ്പ് തുറന്ന് എയർ വിടുക. 1 മാസം ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് അരിച്ചെടുത്ത് ഒരു ബോട്ടിനകത്താക്കി വെച്ചിരുന്നാൽ നമുക്ക് 5 ml വീതം എടുത്ത് ഓരോ ചെടികൾക്കും 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് എല്ലാത്തിനും കൊടുക്കാവുന്നതാണ്. അതുപോലെ അടച്ചു വെച്ചതിന് ശേഷം സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ അലമാരയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കുക. 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് കുലുക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് എന്തായെന്ന് നോക്കാം. 10 ദിവസമായ ഫിഷ് അമിനോ ആസിഡാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഈ 10 ദിവസത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിനിടയ്ക്ക് നമ്മളൊന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിഷ് ഉണ്ടല്ലോ
മുകളിലോട്ട് വന്നിരിക്കും. അപ്പോൾ അതിനകത്ത് ഫംഗസ് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണമെന്നറിയാമോ, മീനൊപ്പം തന്നെ നമ്മൾ എത്ര മീൻ എടുക്കുന്നോ അതിനനുസരിച്ച് ശർക്കര എടുക്കണം. ശർക്കര ഒട്ടും കുറയാൻ പാടില്ല. ശർക്കര ഇച്ചിരി കൂടിയിരുന്നാലും ഒരു കുഴപ്പമില്ല. കാരണം ആ ശർക്കര അലിഞ്ഞ് ഈ മീനിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിലായിട്ട് കിടന്നെങ്കിൽ മാത്രമേ അത് നന്നാവൂ. അല്ലെങ്കിൽ പുഴുവൊക്കെ കയറാനായിട്ട് സാധ്യത വരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗസ് ബാധ ഈ മീൻ പുറത്തോട്ടിരുന്നാൽ അതിനകത്ത് ഉണ്ടാകും. അതിനാണ് പറയുന്നത് ശർക്കര നല്ലതുപോലെ ഇച്ചിരി കൂടിയിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 10 ദിവസമായി. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നിയ കാര്യം, ഇതിടയ്ക്ക് എന്തോ വേണമെന്ന് പറയുമ്പോൾ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ശർക്കരയും ഈ മീനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുകയുള്ളൂ. ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ തുറക്കാം. ഇപ്പോൾ 20 ദിവസം വരെ പോകണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത് 20 ദിവസം എന്നാണ്. ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് തുറന്നിട്ട് എന്താണെന്നറിയാമോ, ഈ കുപ്പി ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് സ്പൂൺ വെച്ചൊന്ന് കലക്കി കൊടുത്തിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിൽ ഈ കണ്ണാടി കുപ്പികൾ, ട്രാൻസ്പെറൻറ്റ് കുപ്പികളാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പം മീനും മുകളിലോട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ ഇത് വീണ്ടും നമ്മളൊന്ന് കുലുക്കി കൊടുത്താൽ പിന്നെ ശർക്കരയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ വന്നോളും, മീനൊക്കെ അടിയിലോട്ടും പൊക്കോളും. എന്നിട്ട് 30-40 ദിവസം വരെ, 30 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ കഴിയും. എന്ന് വെച്ചാൽ മീൻ മൊത്തം അങ്ങ് അലിഞ്ഞ് ഇതിനകത്ത് ചേരത്തൊന്നുമില്ല. മീൻ കുറച്ചൊക്കെ അതിനകത്ത് കിടക്കും കേട്ടോ. അത് നമുക്ക് അരിച്ചെടുത്ത് അതിൻ്റെ ചാറ് നല്ലതുപോലെ നമുക്ക് പിഴിഞ്ഞെടുത്ത് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ വേസ്റ്റും നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളുടെയൊക്കെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ അരിച്ചെടുക്കുന്നത് നമ്മൾ അരിപ്പയിലൊന്നും വെച്ച് അരിച്ചെടുക്കാതിരിക്കുക. ഒരു നൈലോൺ തുണിയോ വല്ലതും വെച്ചിട്ട് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുകയും വേണം. അപ്പോൾ ഇലയിലും പൂവിലും ഒക്കെയാണ് നമുക്ക് തളിക്കേണ്ടതെങ്കിൽ നമ്മൾ 2 ml മാത്രമേ എടുക്കാവൂ. കൂടുതൽ കായൊക്കെ പിടിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതൽ ഒഴിച്ചാൽ ചെടി കരിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുന്ന അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് ചുവട്ടില ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 5 ml എടുക്കാം. ഇലയിലും പൂവിലും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 2 ml വീതം എടുക്കാവുന്നതാണ്. ഇത് 6 മാസം വരെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം. ഇത് 6 മാസം കഴിഞ്ഞ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ 6 മാസം വരെ കിട്ടുന്ന ഗുണം ചിലപ്പോൾ പിന്നെ കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് അതങ്ങ് തീർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 1 കിലോ മത്തിയാണ് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് വെച്ച് നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെടികളുടെ അളവിനനുസരിച്ച് മാത്രം ഇത് എടുത്താൽ മതി. ഒരുപാട് നമ്മളിത് ഉണ്ടാക്കി വെക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അത് നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. അത്യാവശ്യത്തിന് മാത്രം നമ്മളിത് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ മനസ്സിലായില്ലേ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത്ര പെട്ടെന്ന് കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ